ഹലോ എവരിവൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് NIIS +2 എക്കണോമിക്സിന്റെ 27th ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 27. ആ ചാപ്റ്ററിൽ നോക്കൂ. അതായത് ചാപ്റ്റർ 27 നമ്മൾ ഇൻകം നിർണയിക്കുകയാണ്. ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം, ഇൻകത്തെ നിർണയിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഈ ഒരു 27ാമത്തെ ചാപ്റ്ററിലൂടെ നമ്മൾ വ്യക്തമാക്കുന്നത്. വരുമാനത്തിന്റെ നിർണയം എന്ന് പറയും അല്ലെ, തിയറി ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ അഥവാ വരുമാനത്തിന്റെ നിർണയം, ചാപ്റ്റർ 27. നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡില് പേജ് നമ്പർ 313 ആ ചാപ്റ്റർ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. റെക്കോർഡിങ് കേട്ടതിന് ശേഷം നിങ്ങൾ ആ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കണം കേട്ടോ. റെക്കോർഡിങ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ വരുമാന നിർണയ സിദ്ധാന്തം എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ വരുമാനത്തെ നിർണയിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു ജോൺ മെയ്നാർഡ് കെയ്ൻസ്. JM കെയ്ൻസ് എന്ന് പറയും. ജോൺ മെയ്നാർഡ് കെയ്ൻസ്, JM കെയ്ൻസ്. അതായത് അദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ വരുമാനത്തെ നിർണയിക്കുകയും വരുമാനം ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ നേടിയെടുക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോ ഒരു സമ്പദ് വ്യവസ്ഥയിൽ വരുമാനം, ഉൽപാദനം, തൊഴിൽ എന്നിവയുടെ നില എങ്ങനെ നിർണയിക്കപ്പെടുന്നു എന്നാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ സിദ്ധാന്തം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് ഏതിനെ പരിഗണിക്കുന്നത്? വരുമാന നിർണയത്തെ പരിഗണിക്കുന്നത്. അപ്പൊ വരുമാന നിർണയത്തെ പരിഗണിക്കുന്നത് ആരാണ്? ജോൺ മെയ്നാർഡ് കെയ്ൻസ്. അദ്ദേഹം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്. മാത്രല്ല ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വക്താവാണ്. പിതാവല്ല കേട്ടോ, പിതാവ് ആഡം സ്മിത്ത് ആണ്, മാറരുത്. വക്താവാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വക്താവ് എന്ന് പറഞ്ഞാല് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. ഈ ഒരു തിയറിയിലൂടെ, അദ്ദേഹത്തിന്റെ ആശയങ്ങളിലൂടെ അദ്ദേഹം ഉൽപാദനത്തെ കുറിച്ചും വരുമാനത്തെ കുറിച്ചും തൊഴിലിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. നോക്കൂ, നമുക്കറിയാം നമ്മൾ വരുമാനം എന്ന് പറയുമ്പോൾ ആ വരുമാനം ഉണ്ടാവുന്നതും ആ വരുമാനത്തിൽ വരുന്ന ചെലവുകളെ കുറിച്ചും നിക്ഷേപങ്ങളെ കുറിച്ചും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പൊ നമുക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിശ്ചിത നിലവാരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ആകെ ആവശ്യത്തെയാണ് നമ്മൾ എന്ത് പറയുക? അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയാം. അപ്പൊ മക്കളെ, അതായത് ഇവിടെ അഗ്രിഗേറ്റ് നിങ്ങളുടെ ഗൈഡിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ, അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഒക്കെ. അപ്പോ ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിശ്ചിത നിലവാരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ആകെ ആവശ്യത്തെയാണ് എന്ത് പറയുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇപ്പൊ ഒരു സമ്പദ് വ്യവസ്ഥയിലെ നിശ്ചിത നിലവാരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ആകെ ആവശ്യത്തെയാണ് നമ്മൾ എന്ത് പറയുക? അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുക. അതുകൊണ്ട് C എന്ന് പറഞ്ഞാൽ ഉപഭോഗം, കൺസപ്ഷൻ. I എന്ന് പറഞ്ഞാല് നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റ്. G എന്ന് പറഞ്ഞാൽ സർക്കാർ ചെലവുകള്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. NX എന്ന് പറഞ്ഞാൽ ശുദ്ധമായ കയറ്റുമതി, നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയും. കയറ്റുമതിയും അതേപോലെ ഇറക്കുമതിയും. അതുകൊണ്ട് നമുക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് എങ്ങനെ കാണുക? അഗ്രിഗേറ്റ് ഡിമാൻഡ് ചോദിച്ചാൽ നിങ്ങൾ ഈ ഇക്വേഷൻ, ഈ ഫോർമുല എഴുതിയാൽ മതി. AD = C + I + G + NX. NX എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കയറ്റുമതിയിൽ നിന്നും ഇറക്കുമതി മൈനസ് ചെയ്യുന്നതിനെയാണ് NX എന്ന് പറയാം. അപ്പൊ കുട്ടികളെ, നമ്മൾ വരുമാന നിർണയം എന്ന് പറയുമ്പോൾ വരുമാനത്തെ നിർണയിക്കുന്നത് ഏതൊക്കെ രീതിയിലൂടെയാണ്?
അതായത് ഉൽപാദനവും ഉപഭോഗവും അതേപോലെ നിക്ഷേപത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് വരുമാനം നിർണയിക്കുക എന്നാണ് ആര് പറഞ്ഞത്? ജോൺ മെയ്നാർഡ് കെയ്ൻസ് പറഞ്ഞത്. അദ്ദേഹം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു. പിന്നെ നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താന്ന് പറഞ്ഞു? ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിശ്ചിത നിലവാരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ആകെ ആവശ്യത്തെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉപഭോഗം കൺസപ്ഷൻ വരാം, ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം വരാം, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ സർക്കാർ ചെലവുകൾ വരാം, അതേപോലെ തന്നെ ശുദ്ധ കയറ്റുമതി അതായത് എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും. ആ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതായത് എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങിന് നമ്മൾ NX എന്നാ പറയാ. പക്ഷെ NX എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കയറ്റുമതിയിൽ നിന്നും അതായത് എക്സ്പോർട്ടിൽ നിന്നും ഇമ്പോർട്ട് മൈനസ് ചെയ്യുമ്പോഴാണ് അത് എന്താവുക? NX ആവുക കേട്ടോ. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നോക്കൂ. C+I+G+NX. NX പറഞ്ഞാൽ എന്താണ്? X എന്ന് പറഞ്ഞാൽ കയറ്റുമതി, M എന്ന് പറഞ്ഞാൽ ഇറക്കുമതി. അപ്പൊ കയറ്റുമതിയിൽ നിന്നും ഇറക്കുമതി മൈനസ് ചെയ്യുന്നതാണ് NX. അടുത്തത് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഘടകങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് നിങ്ങളുടെ ഗൈഡിലെ 3rd ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ വാരിയസ് കമ്പോണന്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? ഡിസ്കസ് ദ വാരിയസ് കമ്പോണന്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഏതൊക്കെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കമ്പോണന്റുകൾ? ഏതൊക്കെയാണ്? ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്ട്. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്ട്സ്. അങ്ങനെ 4 എണ്ണാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് മക്കളെ 4 എണ്ണാണുള്ളത്. ചോദ്യം വരാൻ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിസ്കസ് ദ വാരിയസ് കമ്പോണന്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്? നിങ്ങളെ ഗൈഡിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തൊക്കെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന അഥവാ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ. ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തികളും കുടുംബങ്ങളും അന്തിമ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായുള്ള ആവശ്യം. വ്യക്തികളും കുടുംബങ്ങളും അന്തിമമായ അവസാനമായ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായുള്ള ആവശ്യത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ. ഉദാഹരണം എക്സാമ്പിൾ ഭക്ഷണം, വസ്ത്രം, ഫ്രിഡ്ജ്, കാറ്. നമ്മളുടെ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കമ്പോണന്റ് എന്ന് പറയില്ല. ഫസ്റ്റ് കമ്പോണന്റ് ആണ് ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ. ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തികളും അതേപോലെ കുടുംബങ്ങളും അന്തിമ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായിട്ടുള്ള ആവശ്യത്തെയാണ് എന്ത് പറയുക? ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ. ഉദാഹരണം ഭക്ഷണം, വസ്ത്രം, ഫ്രിഡ്ജ്, കാറ്. അടുത്തതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്. ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി സ്ഥാപനങ്ങൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ആവശ്യം. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി സ്ഥാപനങ്ങൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ആവശ്യം. നമുക്കറിയാം നമ്മുടെ ഉൽപാദനം നമ്മളുടെ ഒരു കമ്പനി നമുക്കുണ്ടെങ്കിൽ അവിടെ യന്ത്രോപകരണങ്ങൾ വാങ്ങുക, അസംസ്കൃത പദാർത്ഥങ്ങൾ വാങ്ങുക, അതിനൊക്കെയാണ് എന്ത് പറയുക? ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് അഥവാ ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡിനെ കണക്കാക്കുന്നത് I എന്ന് വെച്ചിട്ടാട്ടോ. ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ നമ്മൾ കണക്കാക്കുക ഏത് ഇത് വെച്ചിട്ടാണ്? C എന്നാണ് പറയാ. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപാദനം പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതിനായി സ്ഥാപനങ്ങൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ആ ആവശ്യത്തെയാണ്
ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് എന്ന് പറയാ. അതിന് എക്സാമ്പിൾ ആണ് യന്ത്രങ്ങളും മറ്റ് അസംസ്കൃത വസ്തുക്കളും. ഇപ്പൊ നമുക്കൊരു വലിയ കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ നമ്മൾ യന്ത്രങ്ങളും അസംസ്കൃത വസ്തുക്കളും ഒക്കെ വാങ്ങിക്കൂട്ടും. അപ്പൊ അത് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള നമ്മളുടെ കമ്പനിയിലെ ഉൽപാദനം വർദ്ധിക്കുന്നതിന് വേണ്ടി നമ്മൾ സാധനങ്ങളും സേവനങ്ങളും ആയിട്ടുള്ള യന്ത്രോപകരണങ്ങൾ വാങ്ങുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക, അഥവാ ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്. ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് സൂചിപ്പിക്കുക അയ്യാട്ടോ. അതേപോലെ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ മറ്റൊരു കമ്പോണന്റ് ആണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റിന്റെ ചെലവുകൾ ജി എന്ന് പറയും. ജനങ്ങളുടെ ക്ഷേമത്തിനും പൊതുസേവനങ്ങൾ നൽകുന്നതിനുമായി സർക്കാർ നടത്തുന്ന ചെലവുകളെയാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിനും പൊതുസേവനങ്ങൾ നൽകുന്നതിനുമായി സർക്കാർ നടത്തുന്ന ചെലവുകളെയാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഉദാഹരണം വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡുകൾ, ഇതൊക്കെ ഏതിൽ ഉൾപ്പെടാം? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഇപ്പൊ ജനങ്ങളുടെ ക്ഷേമത്തിനും പൊതുസേവനങ്ങൾ നൽകുന്നതിനുമായി സർക്കാർ നടത്തുന്ന ചെലവുകളെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡുകൾ, ഇതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. അടുത്തതാണ് നെറ്റ് എക്സ്പോർട്ട്, NX എന്ന് പറയും. ഒരു രാജ്യത്തിന്റെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? നെറ്റ് എക്സ്പോർട്ട്. NX സമം X-M. അതായത് എക്സ് എന്ന് പറഞ്ഞാല് എക്സ്പോർട്ടിങ്, എം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടിങ്. അപ്പൊ എക്സ്പോർട്ടിങ്ങിൽ നിന്നും ഇമ്പോർട്ടിങ് മൈനസ് ചെയ്യുക, അതാണ് നെറ്റ് എക്സ്പോർട്ട്. അത് അപ്പൊ നമുക്ക് എക്സ്പോർട്ടിങ് കയറ്റുമതി കൂടുതലാണെങ്കിൽ നമ്മളുടെ രാജ്യം പോസിറ്റീവാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതിയാണ് വേണ്ടത്, എക്സ്പോർട്ടിംഗ് ആണ് കൂടുതൽ. നമ്മൾ മറ്റു രാജ്യത്തു നിന്നും മറ്റു സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഡെവലപ്പിംഗ് ഉണ്ടാവില്ല. നമ്മളുടെ പണം മുഴുവൻ അവിടേക്ക് ഒഴുകുക. നമ്മളെ രാജ്യത്തു നിന്ന് നമ്മൾ സാധനങ്ങൾ പുറത്തേക്ക് ഒഴുക്കണം, അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയാണ് ഇന്ത്യ. അതുകൊണ്ട് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളും സുഗന്ധദ്രവ്യങ്ങളുമാണ് കൂടുതലായിട്ടും ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എക്സ്പോർട്ട് വർദ്ധിക്കുമ്പോഴാണ് വിദേശ രാജ്യത്തിന്റെ പണം ഇന്ത്യയിലേക്ക് ഒഴുകുള്ളൂ. അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് എന്തുണ്ടാവുള്ളൂ? ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ ഈ 4 ഘടകങ്ങളാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കമ്പോണൻസ് അഥവാ ഘടകങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ADയുടെ ഘടകങ്ങൾ, അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്ട്. ഈ നെറ്റ് എക്സ്പോർട്ടിനെയാണ് NX എന്ന് പറയുക. അതായത് എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് എക്സ്പോർട്ട്. അടുത്തത് നമുക്ക് 2 സെക്ടർ എക്കോണമി. എന്താ മക്കളെ 2 സെക്ടർ എക്കോണമി? സമതുലിത വരുമാനം. സപ്ലൈയും ഡിമാൻഡും ഒരേപോലെ. നിങ്ങളൊക്കെ ഇവിടെ തുലാസൊക്കെ കൊടുത്തിട്ടുണ്ട്. തുലാസ് തന്നെയല്ലേ നിങ്ങൾ പറയാ അല്ലേ? ഈ തുലാസില് സപ്ലൈയും ഉണ്ട് ഡിമാൻഡും ഉണ്ട്. രണ്ടും എങ്ങനെ നിൽക്കണേ? രണ്ടും ഈക്വൽ ആയിട്ടാണ്. അപ്പൊ 2 സെക്ടർ എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താ? സമതുലിത വരുമാനം എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളും സ്ഥാപനങ്ങളും മാത്രം ഉൾപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇവിടെ. അതുകൊണ്ട് AD = C+I. C എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. കൺസപ്ഷനെയാണ് നമ്മൾ C എന്ന് പറയാ. I എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ, നിക്ഷേപമാണ്. അപ്പം കൺസപ്ഷനും ഇൻവെസ്റ്റ്മെന്റും അവിടെ ആഡ് ചെയ്യാണ്. അപ്പോഴാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടാവുക. ഇനി നമുക്ക് 2 സെക്ടർ എക്കോണമി എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടോട്ടൽ ഔട്ട്പുട്ട് ആകുന്ന വില 2 സെക്ടർ എക്കോണമിയിൽ 45 ഡിഗ്രിയും C+I രേഖയും മുറിച്ചു കടക്കുന്ന ഒരു ബിന്ദുവാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇപ്പൊ 45 ഡിഗ്രി രേഖയും C+I രേഖ, അതായത് 2 സെക്ടർ എക്കോണമിയാണ് ഒരു ഒറ്റ ലൈനിലാണ് C+I കാണിക്കുക. ഇതാ നിങ്ങളൊക്കെ അതായത് ഉണ്ടോ ഇതാട്ടോ, ഇതാണ് 45 ഡിഗ്രി ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ 2 സെക്ടർ എക്കോണമി എന്ന് പറയുന്നത് സിയും C+I കണ്ടോ, C+I ഇവ രണ്ടും തമ്മിലുള്ള ആ ഒരു ആഡിങ് ആണ്
എന്തിലേക്ക് വഴിവെക്കുന്നത്? ഒരു സമതുലിത ഇക്വിലിബ്രിയം ലിംഗത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം ലിംഗം എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ തമ്മിലാണ് ആഡ് ചെയ്യുക? കൺസെപ്ഷനും ഇൻവെസ്റ്റ്മെന്റും ആഡ് ചെയ്തുകൊണ്ടുള്ള 45 ഡിഗ്രി ലൈനിന്റെ ബിന്ദുവാണ് ഏത്? ടു ഫാക്ടർ എക്കോണമിയിലെ ഇക്വിലിബ്രിയം പോയിന്റ്. ഇങ്ങനെയും വരാം കേട്ടോ. ഈ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇവിടെ ടീച്ചർ വളരെ ഷോർട്ടായിട്ടേ പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങൾ ഗൈഡ് വെച്ച് പഠിക്കുമ്പോൾ ആ ഭാഗമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ടു ഫാക്ടർ എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ആവുക എപ്പോഴാണ്? കൺസപ്ഷനും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ ആ കൺസപ്ഷനും ഇൻവെസ്റ്റ്മെന്റും ആഡ് ചെയ്യുന്നത് ഏത് ഡിഗ്രി ലൈനിലൂടെയാണ്? 45 ഡിഗ്രി ലൈനിലൂടെ ആണ് C+I രേഖയെ മുറിച്ചു കടക്കുന്ന ബിന്ദു. അപ്പൊ അതിൽ അങ്ങനെ കാണിക്കുന്നതാണ് ഏത്? ടു ഫാക്ടർ എക്കോണമി. അടുത്തത് നോക്കൂ, എഫക്റ്റീവ് ഡിമാൻഡ് ആൻഡ് മൾട്ടിപ്ലയർ. എന്താണ് എഫക്റ്റീവ് ഡിമാൻഡ് പറഞ്ഞാല്? എഫക്റ്റീവ് ഡിമാൻഡ് ആൻഡ് മൾട്ടിപ്ലയർ എന്താ എന്നാണ് നമ്മൾ നോക്കുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ഔട്ട്പുട്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ഔട്ട്പുട്ടിനെയാണ് എന്ത് പറയാ? എഫക്റ്റീവ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ഔട്ട്പുട്ട് ആകുന്ന ബിന്ദുവാണ് ഏത്? എഫക്റ്റീവ് ഡിമാൻഡ്. ഈ ബിന്ദുവിൽ സമ്പദ് വ്യവസ്ഥയുടെ സന്തുലിത വരുമാനം നിർണ്ണയിക്കപ്പെടുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ഔട്ട്പുട്ട് ആകുന്ന ബിന്ദുവാണ് എഫക്റ്റീവ് ഡിമാൻഡ്. ഈ ബിന്ദുവിൽ സമ്പദ് വ്യവസ്ഥയുടെ സമുതുലിത വരുമാനം നിർണ്ണയിക്കപ്പെടുന്നു. എഫക്റ്റീവ് ഡിമാൻഡ് ഈക്വൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. അതുകൊണ്ട് എഫക്റ്റീവ് ഡിമാൻഡ് ഏതുമായിട്ട് ഈക്വൽ ആണ്? ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകവുമായിട്ട് ഈക്വൽ ആണ്. ഇപ്പൊ എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ഔട്ട്പുട്ട് ആകുന്ന ബിന്ദു ആണ് ഏത്? എഫക്റ്റീവ് ഡിമാൻഡ്. ഈ ബിന്ദുവിന് സമ്പദ് വ്യവസ്ഥയുടെ സമുതുലിത വരുമാനം നിർണ്ണയിക്കപ്പെടുന്നു. എഫക്റ്റീവ് ഡിമാൻഡ് ഈക്വൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. ഇപ്പൊ എഫക്റ്റീവ് ഡിമാൻഡ് ഏതുമായി ഈക്വൽ ആയിരിക്കും? ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ആയിട്ട് ഈക്വൽ ആയിരിക്കും. ഈ മൾട്ടിപ്ലയർ കെ, നിക്ഷേപത്തിലെ മാറ്റം മൂലം വരുമാനത്തിൽ ഉണ്ടാകുന്ന ആകെ മാറ്റത്തിന്റെ അനുപാതമാണ് മൾട്ടിപ്ലയർ. നിക്ഷേപത്തിന്റെ മാറ്റം മൂലം വരുമാനത്തിൽ ഉണ്ടാകുന്ന ആകെ മാറ്റത്തിന്റെ അനുപാതമാണ് ഏത്? മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയർ എങ്ങനെ കണ്ടെത്തുക? K ഈക്വൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. K ഈക്വൽ 1/MPF. K ഈക്വൽ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC. അപ്പൊ മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഈ ഏത് രീതിയിലൂടെയും കാണാം. മൾട്ടിപ്ലയർ എന്നുള്ളതിനുള്ള മൾട്ടിപ്ലയർ ഏത് ഇതായിട്ടാണ് നമ്മൾ കാണിക്കുക? K ആയിട്ടാണ് മൾട്ടിപ്ലയറിനെ കാണിക്കുക. ഇപ്പൊ നിക്ഷേപത്തിലെ മാറ്റം മൂലം വരുമാനത്തിൽ ഉണ്ടാകുന്ന ആകെ മാറ്റത്തിന്റെ അനുപാതമാണ് മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്ഷേപത്തിലെ മാറ്റം മൂലം വരുമാനത്തിൽ ഉണ്ടാകുന്ന ആകെ മാറ്റത്തിന്റെ അനുപാതത്തെയാണ് നമ്മൾ മൾട്ടിപ്ലയർ എന്ന് പറയാ. അത് കാൽക്കുലേറ്റ് എങ്ങനെയാണ്? K ഈക്വൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ വരുമാനം. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ മാറ്റമുള്ള വരുമാനം. ഡെൽറ്റ ഐ എന്ന് പറഞ്ഞാല് മാറ്റമുള്ള ഇൻവെസ്റ്റ്മെന്റ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ മൾട്ടിപ്ലയർ കാണുക? വേറൊരു രീതിയുണ്ട്. K ഈക്വൽ 1/1 മൈനസ് MPC. അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് 1 കൊണ്ട് അരിച്ചാലും നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലയർ കിട്ടും. ഇനി അതല്ലെങ്കിൽ വേറെ ഒന്നുണ്ട്. K ഈക്വൽ 1/MPS. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിൽ നിന്നും 1 ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലയർ കിട്ടും. അപ്പൊ മൾട്ടിപ്ലയറും എഫക്റ്റീവ് ഡിമാൻഡും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതിൽ പറയുന്നത് എഴുതിയാൽ മതി. എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ഔട്ട്പുട്ട് ആകുന്ന ബിന്ദുവാണ് എഫക്റ്റീവ് ഡിമാൻഡ്. ഈ ബിന്ദുവിൽ സമ്പദ് വ്യവസ്ഥയുടെ സമതുലിത വരുമാനം എന്ത് ചെയ്യപ്പെടുന്നു? നിർണ്ണയിക്കപ്പെടുന്നു. അതുകൊണ്ട് എഫക്റ്റീവ് ഡിമാൻഡ് ഈക്വൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. ഇനി മൾട്ടിപ്ലയർ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പറയാ? നിക്ഷേപത്തിലെ മാറ്റം മൂലം വരുമാനത്തിൽ ഉണ്ടാകുന്ന ആകെ മാറ്റത്തിന്റെ അനുപാതമാണ് മൾട്ടിപ്ലയർ. നിക്ഷേപത്തിലെ മാറ്റം മൂലം വരുമാനത്തിൽ ഉണ്ടാകുന്ന ആകെ മാറ്റത്തിന്റെ ഫലമാണ് ഏത്? മൾട്ടിപ്ലയർ. അനുപാതമാണ് ഏത്? മൾട്ടിപ്ലയർ. അതുകൊണ്ട് 3 രീതിയിലൂടെ നമുക്ക് മൾട്ടിപ്ലയർ കാണാം. ഏതൊക്കെയാണ്?
കെ ഈക്വൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ, കെ ഈക്വൽ 1 മൈനസ് എം പി സി, കെ ഈക്വൽ 1/MPS. ഈ മൾട്ടിപ്ലെയർ പ്രവർത്തിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കറിയാം നിക്ഷേപത്തിന്റെ വർധനവ് ആദ്യം വരുമാനം വർദ്ധിപ്പിക്കും. വർദ്ധിപ്പിച്ച വരുമാനത്തിന്റെ ഒരു ഭാഗം ഉപഭോഗത്തിനായി ചെലവഴിക്കും. ഈ ഉപഭോഗം മറ്റൊരാളുടെ വരുമാനമായി മാറും. ഇങ്ങനെ പല ഘട്ടങ്ങളായി വരുമാനം വർദ്ധിക്കും. അപ്പൊ മൾട്ടിപ്ലയർ എങ്ങനെ പ്രവർത്തിക്കുക? നമ്മളെ നിക്ഷേപത്തിന്റെ വർധനവ് ആദ്യം വരുമാനം, നമ്മൾ ചിലപ്പോൾ യന്ത്രങ്ങൾ വാങ്ങി, ബിൽഡിംഗ് വാങ്ങി, അത് നമ്മളിലേക്ക് എന്തുണ്ടാക്കും? വരുമാനം ഉണ്ടാക്കും. അപ്പൊ നമ്മളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും? ഉപഭോഗം, കൺസപ്ഷന് വേണ്ടി ചെലവഴിക്കും. ഈ ഉപഭോഗം മറ്റുള്ളവർക്ക് എന്തായി മാറും? വരുമാനം. നമ്മൾ ആരുടെ നിന്നാണോ സാധനങ്ങൾ വാങ്ങിയത് അയാൾക്ക് എന്തായി മാറും? വരുമാനമായി മാറും. ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് എന്ത് ചെയ്യപ്പെടും? വരുമാനം വർദ്ധിക്കാൻ ഏത് കാരണമാകും? മൾട്ടിപ്ലയർ കാരണമാകും. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. മൾട്ടിപ്ലയർ പ്രവർത്തിക്കുന്നത് നിക്ഷേപത്തിലെ വർധനവ് ആദ്യം വരുമാനം വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ച വരുമാനത്തിന്റെ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും? ഉപഭോഗത്തിനായിട്ട് ചെലവഴിക്കും. ഈ ഉപഭോഗം മറ്റൊരാളുടെ വരുമാനത്തിന് മാറ്റം ഉണ്ടാവും. ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് വരുമാനം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് നിക്ഷേപം 100 കോടിയാണെന്ന് വിചാരിക്കുക. അടുത്തത് നമ്മളത് എത്ര കോടിയാക്ക? അടുത്ത റൗണ്ട് എത്രയാവും? 25 കോടിയാവും. പിന്നെ 50 കോടിയാവും അല്ലേ? നിക്ഷേപം നമുക്ക് 100 കോടി, നമ്മൾക്ക് ഉപഭോഗം നടത്തിയ 25 കോടി, മറ്റൊരാൾക്ക് കിട്ടുന്ന ഇത് എത്രയായിരിക്കാം? 50 കോടി. അപ്പൊ ഈ ഒരു ലെവലിലാണ് മൾട്ടിപ്ലയർ പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പൊ മൾട്ടിപ്ലയർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷനും ഈ ഒരു ഇതും വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമ്മള് MPC MPS മൾട്ടിപ്ലയർ ബന്ധം പറയണത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമും മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിങ്ങും മൾട്ടിപ്ലയറും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം MPC വർദ്ധിക്കുമ്പോൾ ആളുകൾ കൂടുതൽ ചെലവാക്കും. മാർജിനൽ പ്രൊപ്പൻസിറ്റി വർദ്ധിക്കുക പറഞ്ഞാൽ ആളുകൾ അവിടെ എന്ത് ചെയ്യുക? കൂടുതൽ പണം ചെലവാക്കും. MPS വർദ്ധിക്കുമ്പോൾ ആളുകൾ കൂടുതൽ സേവ് ചെയ്യും. MPC വർദ്ധിക്കുമ്പോൾ മൾട്ടിപ്ലയർ വർദ്ധിക്കും. MPS ആണ് വർദ്ധിക്കുന്നതെങ്കിൽ മൾട്ടിപ്ലയർ കുറയും കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ ഇത് നോക്കൂ. MPCയും MPSും മൾട്ടിപ്ലയർ ആയിട്ടുള്ള ബന്ധം എങ്ങനെയാ പറയുക? MPC ഇൻക്രീസ് ചെയ്തു, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം വർദ്ധിച്ചപ്പോൾ ആളുകൾ കൂടുതൽ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന അളവ് വർദ്ധിച്ചു. അപ്പൊ നമ്മളുടെ മൾട്ടിപ്ലയറും വർദ്ധിക്കുന്നുണ്ട് അല്ലേ? കണ്ടോ ഇങ്ങനെ വർദ്ധിച്ചു പോണ്. എന്നാ MPS വർദ്ധിക്കുകയാണ്. MPS ആണ് വർദ്ധിക്കുന്നതെങ്കിൽ ഏത് കുറയുക? നമ്മളെ മൾട്ടിപ്ലയർ കുറഞ്ഞു വരിക കേട്ടോ. അപ്പൊ ഈ ഒരു ഡയഗ്രാം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. MPC വർദ്ധിക്കുമ്പോൾ മൾട്ടിപ്ലയറും വർദ്ധിക്കും. MPS ആണ് വർദ്ധിക്കുന്നത്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ് വർദ്ധിക്കുന്നതെങ്കിൽ മൾട്ടിപ്ലയർ എന്താ ചെയ്യുക? കുറയുന്നു. ഞാൻ തമ്മിലുള്ള ബന്ധങ്ങളാണ് നമ്മൾ പറയുന്നത്. MPC ഇൻക്രീസ്, മൾട്ടിപ്ലയർ ഇൻക്രീസ്. MPC ഇൻക്രീസ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലയറും ഇൻക്രീസ് ചെയ്യുന്നു. ജനങ്ങൾ കൂടുതൽ ചെലവാക്കുമ്പോൾ മൾട്ടിപ്ലയർ വർദ്ധിക്കുന്നു. ഈ MPS ഇൻക്രീസ്, ഈ ഒരു ആരോ മാർക്ക് ഇൻക്രീസ് എന്നുള്ളതിനാട്ടോ, വർദ്ധിക്കുക എന്നുള്ളതിനുള്ള ആരോ മാർക്കാട്ടോ. അങ്ങനെ MPS ആണ് വർദ്ധിക്കുന്നതെങ്കിൽ മൾട്ടിപ്ലയറിന് എന്ത് സംഭവിക്കും? അത് കുറയും, മൾട്ടിപ്ലയർ കുറയും. ജനങ്ങൾ കൂടുതൽ സമ്പാദിക്കുമ്പോൾ മൾട്ടിപ്ലയർ കുറയുന്നു. ഇനി MPC പ്ലസ് MPS ഈക്വൽ 1 ആകുമ്പോൾ വരുമാനം മുഴുവനായും ചെലവാക്കുകയോ സമ്പാദിക്കുകയോ ചെയ്യുന്നു. അപ്പൊ നമുക്ക് MPSും MPCയും മൾട്ടിപ്ലയറും തമ്മിലുള്ള ബന്ധമാണ് ടീച്ചർ ഇവിടെ പറഞ്ഞു തന്നത്. MPC വർദ്ധിക്കുമ്പോൾ മൾട്ടിപ്ലയറും വർദ്ധിക്കും. MPS വർദ്ധിക്കുമ്പോൾ മൾട്ടിപ്ലയർ കുറയും. MPC ഇൻക്രീസ്, മൾട്ടിപ്ലയർ ഇൻക്രീസ്. ജനങ്ങൾ കൂടുതൽ ചെലവാക്കുമ്പോൾ മൾട്ടിപ്ലയർ വർദ്ധിക്കും. ഈ MPS എന്ന് പറഞ്ഞാൽ സേവ് ആണ്, സേവ് ആണ്. MPS ആണ് വർദ്ധിക്കുന്നതെങ്കിൽ മൾട്ടിപ്ലയർ എന്ത് ചെയ്യും? കുറയും അല്ലേ? ജനങ്ങൾ കൂടുതൽ സമ്പാദിക്കുമ്പോൾ വാങ്ങുന്ന അളവ് കുറയും. ഈ MPC പ്ലസ് MPS ഈക്വൽ 1 ആകുമ്പോൾ വരുമാനം മുഴുവനായി ചെലവാക്കുകയോ സമ്പാദിക്കുകയോ ചെയ്യുന്നു. അടുത്തതാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സസ് ഡിമാൻഡ് ആൻഡ് ഡെഫിഷ്യൻസി ഇൻ ഡിമാൻഡ്. എക്സസ് ഡിമാൻഡ് പറഞ്ഞാൽ എന്താ? അധികമുള്ള ഡിമാൻഡ്. ഡെഫിഷ്യൻസി ഇൻ ഡിമാൻഡ് പറഞ്ഞാൽ എന്താ? കുറച്ചുള്ള ഡിമാൻഡ്.
എക്സസ് ഡിമാൻഡിനെ നമുക്ക് വേറൊരു പേരിലും പറയാം, ഇൻഫ്ലാഷണറി ഗ്യാപ്പ് എന്ന് പറയാം. ഡെഫിഷ്യൻസി ഡിമാൻഡിനെ നമുക്ക് ഡിഫ്ലാഷണറി ഗ്യാപ്പ് എന്നും പറയാം. എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അധിക ഡിമാൻഡ്, ഇൻഫ്ലാഷണറി ഗ്യാപ്പ് ആവും, പണപ്പെരുപ്പാണ് ഉണ്ടാവുക. എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അധികമുള്ള ഡിമാൻഡ്, അത് ഇൻഫ്ലാഷണറി ഗ്യാപ്പാണ്, പണപ്പെരുപ്പായിരിക്കും. പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് അതായത് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് നിലവിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാകുന്ന അവസ്ഥ. വില നിലവാരം ഉയരുകയും പണപ്പെരുപ്പം ഉണ്ടാവുകയും ഒരു ഇൻഫ്ലാഷണറി പ്രഷർ സൃഷ്ടിക്കുകയും ചെയ്യും. ഇപ്പൊ എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാല് വില വർദ്ധിക്കുക, പണപ്പെരുപ്പം ഉണ്ടാകുക, ഒരു ഇൻഫ്ലാഷണറി പ്രഷർ, പണപ്പെരുപ്പത്തിന്റെ ആ പ്രഷർ ഉണ്ടാവുക, എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കുക, പണപ്പെരുപ്പം അതായത് എക്കോണമി സമ്പദ് വ്യവസ്ഥയില് സാധനങ്ങളുടെ വില വർദ്ധിക്കുക, വാല്യൂ കുറയും, വില വർദ്ധിക്കുക, ഇതൊക്കെയാണ് എക്സസ് ഡിമാൻഡിന്റെ കാരണം. അപ്പോഴാണ് നമ്മൾ ഇൻഫ്ലാഷണറി ഗ്യാപ്പ് ആണെന്ന് പറയാ. പക്ഷെ ഇതിനെ കൺട്രോൾ ചെയ്യാനാണ് പിന്നെ എന്ത് വരിക? ഡെഫിഷ്യൻസി ഡിമാൻഡിന്റെ ഡെഫിഷ്യൻസി കുറയ്ക്കുക. അപ്പൊ ഡിഫ്ലാഷണറി ഗ്യാപ്പ് ആവും. പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് നിലവിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുന്ന അവസ്ഥയാണ്. ഇൻഫ്ലാഷണറി ആയിരിക്കുമ്പോൾ അഥവാ എക്സസ് ഡിമാൻഡ് ആയിരിക്കുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും, വില നിലവാരം ഉയരും, പണപ്പെരുപ്പായിരിക്കും, ഇൻഫ്ലാഷണറി പ്രഷർ ആയിരിക്കും. എന്നാ ഡെഫിഷ്യൻസി ഡിമാൻഡ് ആവുമ്പോ അഥവാ ഡിഫ്ലാഷണറി ഗ്യാപ്പ് ആയിരിക്കുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും, വിൽപ്പന കുറയും, വിലകൾ കുറയും, ഉൽപാദനങ്ങളും തൊഴിലവസരങ്ങളും കുറയും, പണച്ചുരുക്ക സമ്മർദ്ദമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് പോളിസിക്ക് നമ്മുടെ ഗവൺമെന്റ് രൂപം കൊടുത്തിട്ടുണ്ട്. ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. അപ്പൊ മക്കളെ, എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡും ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാകുന്ന അവസ്ഥയെയാണ് എക്സസ് ഡിമാൻഡ് എന്ന് പറയുക. ആ സമയത്ത് സാധനങ്ങൾക്ക് വില കൂടും, പണപ്പെരുപ്പായിരിക്കും, തൊഴിലവസരങ്ങളൊക്കെ വർദ്ധിക്കും, ഒരു ഇൻഫ്ലാഷണറി പ്രഷർ ആയിരിക്കും. പിന്നെ ഡെഫിഷ്യൻസി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുന്ന അവസ്ഥ. പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിന്റെ നിലയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുന്ന അവസ്ഥ. വിൽപ്പന കുറയും, വിലകൾ കുറയും, ഉൽപാദനവും തൊഴിലവസരങ്ങളും കുറയും, പണച്ചുരുക്കം സമ്മർദ്ദമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി രൂപം കൊടുത്ത മെത്തേഡാണ് ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. ഇനി നമുക്കറിയാം എക്സസ് ഡിമാൻഡിനെയും അതേപോലെ തന്നെ ഡെഫിഷ്യൻസി ഡിമാൻഡിനെയും അല്ലെങ്കിൽ ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി രൂപം കൊടുത്ത പ്രധാനപ്പെട്ട രണ്ട് പോളിസികളാണ് ഏതൊക്കെ? ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. നിങ്ങളുടെ ഗൈഡില് പഠിക്കാനുണ്ട് കേട്ടോ ആ ഭാഗമൊക്കെ. നന്നായിട്ട് ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പൊ നമുക്കറിയാം പണപ്പെരുപ്പത്തെയും പണച്ചുരുക്കത്തെയും നിയന്ത്രിക്കാൻ വേണ്ടി രൂപം കൊടുത്ത പോളിസിയാണ് ഏത്? ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. ഗവൺമെന്റ് രൂപം കൊടുത്ത രണ്ട് പോളിസി എന്തിനു വേണ്ടിയിട്ടാ? എക്സസ് ഡിമാൻഡിനെയും ഡിഫ്ലാഷണറി ഡിമാൻഡിനെയും കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ പണപ്പെരുപ്പത്തെയും പണച്ചുരുക്കത്തെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് രൂപം കൊടുത്ത ഒരു പ്രധാന പോളിസിയാണ് ഏത്? ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാല് നികുതി, പൊതുചെലവ്, പൊതുകടം എന്നിവ ഉപയോഗിച്ച് സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്നതാണ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസിയിലൂടെ എങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് പണപ്പെരുപ്പത്തെ ഒക്കെ നിയന്ത്രിക്കുക? നികുതിയിലൂടെയും പൊതുചെലവിലൂടെയും പൊതുകടം എന്നിവ ഉപയോഗിച്ച് സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്നു. മോണിറ്ററി പോളിസി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI കേന്ദ്ര വാണിജ്യ ബാങ്കുകളുടെ വായ്പാ സൃഷ്ടിയും പണവിതരണവും നിയന്ത്രിക്കുന്നു. അപ്പൊ ഫിസ്ക്കൽ പോളിസി എവിടെ ഉപയോഗിക്കുക? എക്സസ് ഡിമാൻഡ് ആവുമ്പോഴാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി ഉപയോഗിക്കുക. പണച്ചുരുക്കം, അതായത് പണച്ചുരുക്കം ആവുമ്പോഴാണ് നമ്മൾ ഡെഫിഷ്യൻസി ഉപയോഗിക്കുക. അതിൽ എക്സസ് ഡിമാൻഡ് ആയിരിക്കുമ്പോൾ നമ്മൾ നികുതി, ചെലവ് കുറയ്ക്കും, പൊതുകടം, അതൊക്കെയാണ് എക്സസ് ഡിമാൻഡ് ആയിരിക്കുമ്പോൾ. അപ്പൊ ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും രണ്ട് പോളിസികളും എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമ്മുടെ എക്സസ് ഡിമാൻഡിനെയും ഡെഫിഷ്യൻസി ഡിമാൻഡിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പണപ്പെരുപ്പത്തെയും പണച്ചുരുക്കത്തെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഉള്ളത്. അതില്
ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാല് നികുതി, പൊതുചെലവ്, പൊതുകടം എന്നിവ ഉപയോഗിച്ച് സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്നു. മോണിറ്ററി പോളിസി ആകുമ്പോൾ RBI ആണ്. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകളുടെ വായ്പാ സൃഷ്ടിയും പണവിതരണവുമാണ് അവിടെ നിയന്ത്രിക്കപ്പെടുന്നത്. അതേപോലെ ഫിസ്ക്കൽ പോളിസി ആണെങ്കിലും മോണിറ്ററി പോളിസി ആണെങ്കിലും അവർ ഉപയോഗിക്കുന്ന ഏതൊക്കെ രീതിയിലൂടെയാണ് പണപ്പെരുപ്പത്തെയും പണച്ചുരുക്കത്തെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നോക്കൂ. ബാങ്ക് റേറ്റ്, എക്സസ് ഡിമാൻഡ് ആയിരിക്കുമ്പോ, അതായത് പണപ്പെരുപ്പ് ആയിരിക്കുമ്പോ ബാങ്ക് റേറ്റ് കൂട്ടും. ഡെഫിഷ്യൻസി ആയിരിക്കുമ്പോ ബാങ്ക് റേറ്റ് കുറയ്ക്കും. അതായത് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നിശ്ചിത പണം, അതായത് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാല് അതായത് ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ നിശ്ചിത പണം ബാങ്കിൽ നിന്നും വായ്പ എടുത്താല് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇപ്പൊ ബാങ്ക് റേറ്റ് കൂട്ടുമ്പോ എന്താ ചെയ്യാ, നമ്മള് പണപ്പെരുപ്പാണ്, എക്കോണമിയിൽ പണപ്പെരുപ്പ് ആയിരിക്കുമ്പോ ബാങ്ക് റേറ്റ് കൂട്ടും. ബാങ്ക് റേറ്റ് കൂട്ടുമ്പോ നമ്മള് എന്ത് ചെയ്യും, കൂടുതൽ പലിശ അടയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് ബാങ്ക് റേറ്റിലൂടെയാണ് ഏതിനെ കൺട്രോൾ ചെയ്യുക, ഈ എക്സസ് ഡിമാൻഡിനെ കൺട്രോൾ ചെയ്യുക. അതേപോലെ ചുരുക്കമായിരിക്കുമ്പോ ബാങ്ക് റേറ്റ് കുറയ്ക്കും ചെയ്യും, ഇൻട്രസ്റ്റ് കുറയ്ക്കും ചെയ്യും. ഇപ്പൊ ബാങ്ക് റേറ്റിലൂടെയും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെയും റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യാഷ് CRR എന്ന് പറയും. ചില ബാങ്കുകൾ, എല്ലാ നാഷണലൈസ് ചെയ്ത ബാങ്കുകളും ഒരു നിശ്ചിത തുക സെൻട്രൽ ബാങ്കിലേക്ക് നീക്കി വെക്കുന്നുണ്ട്. RBIയിലേക്ക് നീക്കി വെക്കണം മാസം. എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഒരു നിശ്ചിത തുക എന്ത് ചെയ്യണം, റിസർവ് ബാങ്കിലേക്ക് വേണ്ടി നീക്കി വെക്കണം. അപ്പൊ നമ്മുടെ രാജ്യത്ത് പണപ്പെരുപ്പാണെങ്കിൽ എന്ത് കൂട്ടും, റിസർവ് ബാങ്ക് CRR കൂട്ടും. ബാങ്കുകളോട് നീക്കി വെക്കുന്ന തുക കൂടുതൽ മാറ്റി വെക്കാൻ പറയും. അതല്ല നമ്മുടെ രാജ്യത്ത് പണച്ചുരുക്കാണെങ്കിൽ എന്ത് ചെയ്യും, റിസർവ് ബാങ്ക് എന്ത് പറയും, മറ്റു ബാങ്ക് നാഷണലൈസ് ചെയ്ത മറ്റു ബാങ്കുകളോട്, വാണിജ്യ ബാങ്കുകളോട് എന്ത് പറയും, ബാങ്ക് റേറ്റ് കുറയ്ക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഒരു ഈ ബാങ്ക് റേറ്റ് അല്ലാട്ടോ, റിസർവ് റേഷ്യോ കുറയ്ക്കും. റിസർവ് റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് അതിന് പറയാ. അതായത് ക്യാഷ് റിസർവ് റേഷ്യോ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, എല്ലാ ഇവിടുത്തെ നാഷണലൈസ്ഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളും സെൻട്രൽ ബാങ്കിലേക്ക് ഒരു നിശ്ചിത തുക നീക്കി വെക്കുന്നുണ്ട്. അതിനെയാണ് റിസർവ് റേഷ്യോ എന്ന് പറയാ, ക്യാഷ് റിസർവ് റേഷ്യോ എന്നാ പറയാ. ഈ ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടും എപ്പോഴാണ്, ഇവിടെ പണപ്പെരുപ്പ് ഉണ്ടായിരിക്കുമ്പോ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും, ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടും. എല്ലാ വാണിജ്യ ബാങ്കുകളോടും പറയും നിങ്ങൾ തരുന്ന ക്യാഷ് റിസർവ് കൂട്ടുകയാണ്. അതല്ല ഇവിടെ പണച്ചുരുക്കം, ഡിഫ്ലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സെൻട്രൽ ബാങ്ക് ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ചു കൊടുക്കും ബാങ്കുകൾക്ക്. അപ്പൊ ഈ ഒരു രീതിയിലൂടെയൊക്കെയാണ് പണപ്പെരുപ്പത്തെയും പണച്ചുരുക്കത്തെയും കൺട്രോൾ ചെയ്യുക. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. അപ്പോ എക്സസ് ഡിമാൻഡ് അഥവാ ഡിഫ്ലേഷൻ ഡിമാൻഡ്, ഡെഫിഷ്യൻസി ഡിമാൻഡ് അഥവാ ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. ഈ പണപ്പെരുപ്പായാലും ഇൻഫ്ലേഷൻ ആയാലും, ഇൻഫ്ലേഷനെയാണ് പണപ്പെരുപ്പം എന്നറിയാം, ഡിഫ്ലേഷനെ പണച്ചുരുക്കം എന്ന് പറയും. ഇത് രണ്ടും ഉണ്ടാവുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച പ്രധാന മെത്തേഡാണ് ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. ആ ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഏതൊക്കെ രീതിയിലൂടെയാണ് കൺട്രോൾ ചെയ്യാന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് സെക്യൂരിറ്റികൾ വാങ്ങുക, വിൽക്കുക, റിസർവ് റേഷ്യോ. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളതിലെ പ്രധാനപ്പെട്ട ചില ഫോർമുലകളൊക്കെ. ആഗ്രിഗേറ്റ് ഡിമാൻഡ് എങ്ങനെ കാണുക, C+I+G+NX ആണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് I+F, ഇൻവെസ്റ്റ്മെന്റും സേവിങ്ങും. മൾട്ടിപ്ലയർ കാണാൻ 3 മെത്തേഡ് ഉപയോഗിക്കാം. K = 1 / 1 - MPC = MPC, അല്ലെങ്കിൽ 1, അതല്ലെങ്കിൽ വേറെ രീതിയിലും കാണാൻ എങ്ങനെയാണ്, 1 / MPF. ഡെൽറ്റ Y = K × ഡെൽറ്റ I. ഇതൊക്കെ ഈ രീതിയിലൊക്കെ നമുക്ക് എന്തിനെ കാണാം, മൾട്ടിപ്ലയറിനെ കാണാം. പിന്നെ ഈ ഫോർമുലയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററില്, വരുമാന നിർണയം എന്ന ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കാനുള്ളത്. അതിൽ ഇമ്പോർട്ടന്റ് എന്തൊക്കെയാണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താന്ന് മനസ്സിലാക്കണം. അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ ഏതൊക്കെ മനസ്സിലാക്കുക. ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്ട്. പിന്നെ സമുദ്രലിത വരുമാനം അഥവാ ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറഞ്ഞാല് C+, അതായത് C+I,
45 ഡിഗ്രി ലൈനിലൂടെ കടന്നു പോവുകയാണ്. പിന്നെ നമ്മൾ എഫക്റ്റീവ് ഡിമാൻഡും മൾട്ടിപ്ലയറും എന്താന്ന് മനസ്സിലാക്കി. മൾട്ടിപ്ലയർ ഏതൊക്കെ രീതിയിലാണ് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ എം പി എഫും മൾട്ടിപ്ലയറും തമ്മിലുള്ള ബന്ധം, റിലേഷൻ മനസ്സിലാക്കി. പിന്നെ എക്സസ് ഡിമാൻഡ് ആൻഡ് ഡെഫിഷ്യൻസി ഡിമാൻഡ്. എക്സസ് ഡിമാൻഡ് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. ഡെഫിഷ്യൻസി ഡിമാൻഡ് പറഞ്ഞാല് പണച്ചുരുക്കം. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് റെക്കോർഡിംഗ് ക്ലാസ് കേട്ട് മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ലൈവ് അതേപോലെ തന്നെ ലൈവ് സെക്ഷൻ വെക്കുമ്പോൾ അതിലും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഏതാനും ഒരു 2-3 ചാപ്റ്റർ കൂടെ നമുക്ക് ഈ ഒരു എക്കണോമിക്സിൽ എടുക്കാനുള്ളൂ. അപ്പൊ ആ ക്ലാസ്സിന്റെയൊക്കെ വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു.